നമസ്കാരം. Who cares? Who cares? ഇത് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കോൺഗ്രസിൻ്റെ യുവ നേതാവാണ്, KSUവിൻ്റെ ഒക്കെ നേതാവാണ്. അയാൾ ഇപ്പോൾ MLA കൂടിയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിനെതിരെ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചില ആരോപണവും ട്രോളുമൊക്കെ ഉണ്ടായിരുന്നു. ഇയാൾ വലിയ പീഡനവീരനാണ്, ചില പീഡനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്, പീഡന ആരോപണങ്ങൾ ആരൊക്കെയോ അവിടെ ഇവിടെയൊക്കെ നിന്ന് ഉന്നയിക്കുന്നു. അതിനെ തുടർന്ന് വലിയ ട്രോളുകളും മറ്റുമൊക്കെ ഉണ്ടായി. എന്നാൽ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ, അതായത് വിഷ്വൽ മീഡിയ ഒന്നും അത് വലുതായിട്ട് ഏറ്റുപിടിച്ചില്ല. എങ്കിലും ചില ചോദ്യങ്ങളൊക്കെ അയാൾക്ക് നേരെ വന്നിരുന്നു. അപ്പോൾ ചില ആരോപണങ്ങളെപ്പറ്റി ചോദിച്ചപ്പോൾ അയാൾ കൊടുക്കുന്ന മറുപടിയിലാണ് ഈ ഹൂ കെയർസ് എന്നുള്ള ആവർത്തിച്ചുള്ള ഈ ഡയലോഗ് വന്നിരിക്കുന്നത്. ശരി, ഇനി ഇതങ്ങോട്ട് മാറി നിൽക്കട്ടെ. ഇന്നിപ്പോൾ ഒരു പുതിയ ഒരു ആരോപണം കൂടി ഒരു യുവ നേതാവിനെതിരെ വന്നിരിക്കുകയാണ്. ആരാണെന്ന് നമുക്കറിയില്ല. പക്ഷേ ആ നടി സംസാരിക്കുന്നതിനിടയിൽ ആവർത്തിച്ച് പറയുന്ന ഒരു ഇംഗ്ലീഷ് വാക്കുണ്ട്. അതിലെ ഒരു ഭാഗം ഒന്ന് ആദ്യം കേട്ടു നോക്കാം. സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് പറയുന്ന പല മാന്യ അദ്ദേഹങ്ങളും യഥാർത്ഥത്തിൽ ഹൂ കെയേഴ്സ് എന്ന ആറ്റിറ്റ്യൂഡ് ഉള്ളവരാണ്. ഈ പറയുന്ന ആളുകൾക്ക് നമ്മളിത് പറഞ്ഞതിന് ശേഷവും വലിയ വലിയ സ്ഥാനങ്ങൾ നൽകുന്ന അവസ്ഥയാണ്. റിനി എന്ന പേരുള്ള ഒരു നടിയാണ്. ഈ നടിയുടെ രാഷ്ട്രീയം കോൺഗ്രസ് രാഷ്ട്രീയമാണ് എന്ന് ഈ ചിത്രം കാണുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. കോൺഗ്രസ് രാഷ്ട്രീയത്തിലുള്ള ഒരു യുവ നേതാവിനെ പറ്റിയാണ് ഈ നടി പറയുന്നത്. ഞാൻ കുറച്ച് ഭാഗം മാത്രമേ കാണിച്ചുള്ളൂ. ഇത് കുറച്ചുള്ള ഒരു ഇൻ്റർവ്യൂ മറ്റൊരു ചാനലിൽ കൊടുത്താണ്, അതുകൊണ്ടാണ് ഇത് എനിക്ക് കാണിക്കാൻ പറ്റാത്തത്. കുറച്ച് ഭാഗം മാത്രമാണ് കാണിച്ചത്. അതിൽ ആ നടി പറയുന്നുണ്ട്, ഞങ്ങൾക്ക് മാത്രമല്ല ആ പാർട്ടിയിലുള്ള മുതിർന്ന നേതാക്കളുടെ മക്കൾക്ക് പോലും ഇയാളെ കൊണ്ട് വലിയ ശല്യമുണ്ടായിട്ടുണ്ട്. ഈ നടിയെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായിട്ടുള്ള പീഡനമൊന്നുമല്ല, അശ്ലീല മെസ്സേജും മറ്റുമൊക്കെ അയക്കുക, താല്പര്യമില്ലെങ്കിലും വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ട് ചെയ്യുക, പരാതി കൊടുക്കും എന്ന് പറയുമ്പോൾ ആ കൊടുത്തോ എനിക്കൊരു കുഴപ്പമില്ല എന്ന തരത്തിലൊക്കെ പറയുക, ഉത്തരവാദിത്തപ്പെട്ടവരുടെ പരാതി കൊടുത്തിട്ടും ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് എന്ന് പറയുന്നതല്ലാതെ കൂടുതൽ ഉയർന്ന സ്ഥാനം അയാൾക്ക് കിട്ടുന്നത് അല്ലാതെ ഇതിനെതിരെ ഒരു നടപടി എടുക്കുന്നില്ല എന്നാണ് ഈ നടി പറയുന്നത്. അതാണ് അവരുടെ പ്രധാനപ്പെട്ട പരാതി. അതിനിടയ്ക്ക് ആവർത്തിച്ച് പറയുന്ന വാക്കാണ് നിങ്ങൾ ഇടയ്ക്ക് കേട്ടത്. അത് ഞാൻ തുടക്കത്തിൽ കാണിച്ച വീഡിയോ പറയുന്ന ആ മനുഷ്യൻ പറയുന്ന അതേ സെയിം ഡയലോഗ് തന്നെയാണ് ഇവർ ആവർത്തിക്കുന്നത്. അതിനർത്ഥം അയാളാണോ ഇയാൾ എന്നല്ല, അതൊക്കെ ഇനി അവർ തന്നെയാണ് തുറന്ന് പറയേണ്ടത്. എന്നാൽ റിപ്പോർട്ടർ ചാനലിലെ നമ്മുടെ മൊട്ട അരുൺകുമാർ ഈ നടിയോട് ചോദിക്കുമ്പോൾ അത് ഇന്ന വ്യക്തിയാണോ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിലാണോ ആൾ, പറഞ്ഞാൽ കേസാകും എന്ന പേടിച്ചിട്ടാണോ മിണ്ടാത്തത് എന്ന് ഈ റിനിയോട് ചോദിക്കുമ്പോൾ എനിക്ക് ഭയമൊന്നുമില്ല, ആ പാർട്ടിയിലും എനിക്ക് സ്വാധീനമുള്ള അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന സൗഹൃദമുള്ള ഒരുപാട് വേറെ നേതാക്കളുണ്ട്, അതിനാൽ എനിക്ക് പേടിയൊന്നുമില്ല എന്നവർ പറയുന്നുണ്ട്. എന്നാൽ നമ്മൾ ഒരു നിഗമനത്തിലെത്തണ്ട, അത് അവർ ഇരയും വേട്ടക്കാരനുമൊക്കെ തീരുമാനത്തിലെത്തട്ടെ, ആരാണ് ഇര ആരാണ് വേട്ടക്കാരൻ. എന്തായാലും ഒരു സൂചന മാത്രം അവർ നമ്മുടെ മുന്നിലേക്ക് തന്നിട്ടുണ്ട്. ഹൂ കെയേഴ്സ് എന്നുള്ള സൂചന അവർ ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഒരു യുവ രാഷ്ട്രീയ നേതാവിൻ്റെ കാര്യം കൂടെ പറയുമ്പോൾ ഈ അടുത്ത കാലത്തല്ല, കുറേ കാലമായിട്ട് തന്നെ ഇങ്ങനെ ഈ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ഇതുപോലെ ഹൂ കെയേഴ്സ് എന്ന ഡയലോഗ് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാലക്കാട്ടെ MLA ആണ്. ഇനി പാലക്കാട് MLA തന്നെയാണോ ഈ നടി ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നത് പറയേണ്ടത് അവരാണ്, ഞാനല്ല. കേസോ അല്ലെങ്കിൽ പാർട്ടി വഴിയോ ഏത് തരത്തിലാണിത് കോംപ്രമൈസ് ആകാൻ പോകുന്നത് എന്ന് നമുക്കറിയില്ല. കഴിഞ്ഞ കുറേ കാലമായിട്ട് മാധ്യമപ്രവർത്തകർക്ക് ഇത്തരം കാര്യങ്ങൾ അറിയാമെങ്കിൽ കൂടിയും അവരതൊക്കെ വളരെ ഭംഗിയായിട്ട് പൊതിഞ്ഞു പിടിച്ച് ഒതുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ വളരെ നിസ്സാരമെന്ന് തോന്നുന്ന മറ്റു പല കാര്യങ്ങളും ഇവർ പർവ്വതീകരിച്ച് പറയുകയും ചെയ്യും എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. ഈ നാട്ടിൽ, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് സത്യസന്ധമായ കാര്യങ്ങളാണോ? ഇവിടെ സത്യം വിളിച്ച് പറയേണ്ട മാധ്യമങ്ങൾ പോലും, ഈ മാധ്യമങ്ങൾക്കെതിരെ ഈ നടി തന്നെ പരാതിപ്പെടുന്നുണ്ട്. ഒരു മാധ്യമപ്രവർത്തക ഉൾപ്പെട്ടിട്ട് കൂടി മാധ്യമപ്രവർത്തകർ ഇതിനെ ഇതേ രീതിയിൽ തന്നെയാണ് കണ്ടത്. യാതൊരുവിധ ഗൗരവവും കൊടുക്കാതെ ഇത്തരം കേസുകൾ ആവർത്തിച്ചോട്ടെ എന്ന തരത്തിൽ നിസ്സംഗരായിട്ട് നിൽക്കുന്ന മാധ്യമപ്രവർത്തകരെ പറ്റി ഇവർ ആ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. ഇത് സഹി കെട്ടിട്ടായിരിക്കും ഒരു പക്ഷേ ഇവർ പറഞ്ഞത്. ചില ആളുകളുടെ ആറ്റിറ്റ്യൂഡ് ഹൂ കെയേഴ്സ് എന്നാണ് ആവർത്തിച്ച് പറയുന്നു. അത്തരമൊരു ഡയലോഗ് അടിച്ച വ്യക്തിയെ ഞാൻ ആദ്യം തന്നെ കാണിച്ചു. ഒരുമാതിരിപ്പെട്ട സാമാന്യ ബോധമുള്ളവർക്കൊന്നും ഇനി പേര് കിട്ടിയില്ലെങ്കിലും കാര്യമില്ല. കാരണം അരിയാഹാരം കഴിക്കുന്നവർക്കൊക്കെ കാര്യം മനസ്സിലാവും, അല്ലേ? എന്തായാലും ഞാൻ ആ പേര് പറയാനൊന്നും പോണില്ല കേട്ടോ. വെറുതെ നമ്മളെന്തിനാ വെറുതെ പൊല്ലാപ്പ് പിടിക്കുന്നത്? അവരായി അവരുടെ പാടായി, രണ്ടും ഒരു പാർട്ടി.